ഇന്നിവിടെ നമുക്ക് അരിപ്പൊടി കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും 2 തരം ചട്നീസുമാണ് കാണിക്കുന്നത്. ഇതിലൊരു ചട്നി കോക്കനട്ട് ചട്നിയാണ്, മറ്റേത് ചട്നി പൗഡറാണ്, ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന ചട്നി പൗഡർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ആദ്യം നമുക്ക് ദോശ ഉണ്ടാക്കാം. 1/2 കപ്പ് ഉഴുന്നെടുത്ത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ 4-5 മണിക്കൂർ കുതിർത്തി വെച്ച് അത് വെള്ളം കളഞ്ഞ് മിക്സിയിലോട്ട് ഇടുക. ഈ ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുക, അല്ലെങ്കിൽ ഉഴുന്ന് കുതിർത്തി വയ്ക്കുന്ന സമയത്ത് തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കുതിർത്തി വയ്ക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും 1/4 ഗ്ലാസ് ചോറും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം പോരാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്ത് കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ച് കുഴയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ കാണുന്ന അത്രയും ലൂസ് മതി. ഇതൊരു 8-9 മണിക്കൂർ അങ്ങനെ അനക്കാതെ വയ്ക്കുക. ദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ മാവ് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കിനി ദോശ ചുടാം. ദോശച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാവുമ്പോൾ അടിവശം പരന്നിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ചുറ്റിച്ച് പരത്തുക. ദോശ ഒന്ന് വെന്ത് വരുമ്പോൾ അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ദോശയുടെ കൂടെ കഴിക്കുന്ന ചട്നി പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലോട്ടൊരു 1/4 കപ്പ് നമ്മുടെ പുഴുക്കലരിയില്ലേ, വെള്ളച്ചോറിൻ്റെ അരി, അത് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. അരി വറുത്ത് കഴിഞ്ഞ് അതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതേ പാനിലോട്ട് തന്നെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ട് നമുക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പും ചേർത്ത് ഇതേപോലെ നന്നായിട്ട് കളറ് മാറി ഒന്ന് വരുന്നിടം വരെ വറുത്ത് കൊടുക്കാം. കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ ചൂടിൽ. ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ബൗളെടുത്ത് അതിലോട്ട് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് പൊടിച്ചു വരുമ്പോൾ ചെറിയ തരിതരിപ്പ് ഉണ്ടാകും. ആ രീതിയിൽ വേണം പൊടിച്ചെടുക്കുന്നത്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വയ്ക്കുക. ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നും കൂടെ നോക്കാം. ഒരു ബൗളെടുത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം ഈ പൊടി എടുക്കുക. അതിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമുക്ക് തേങ്ങ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പലതരം ചമ്മന്തികൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ചമ്മന്തിയാണ്.
ഒരു മിക്സിയുടെ ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഉപ്പും ഒരു 4 ചുവന്നുള്ളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ച് 2 ഉണക്കമുളകും ചേർത്ത് ഒരു 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ ചമ്മന്തി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി പാകത്തിന് വെള്ളവും ചേർക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറേ വെള്ളം ചേർത്ത് ആ ചമ്മന്തി ലൂസാക്കാറില്ല. ഇത്തിരി തിക്കായിട്ടുള്ള ചമ്മന്തിയാണ് എനിക്കിഷ്ടം. ഈ തേങ്ങാ ചമ്മന്തിയും ചട്നി പൗഡറും കൂടി കൂട്ടി ഈ നല്ല ചൂടോടുകൂടി ഈ ഗീ റോസ്റ്റ് കഴിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക്